அழகியே marry me அழகியே flirt with me get high with me அந்த நேரம் அந்த நேரம் கண் பார்த்து கந்தலாகி போன நேரம் ஏதோ ஆச்சே வானம் தீண்டி வந்தாச்சு அப்பாவின் திட்டி எல்லாம் காற்றோடு போயே போச்சு ஹொசானா என் வாசல் தாண்டி போனாலே ஹொசானா வேறொன்றும் செய்யாமலே நான் ஆடி போகிறேன் சுக்குநூறாகிறேன் அவள் போன பின்பு எந்த நெஞ்ச தேடி போகிறேன் Happy birthday to you. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ അറിയുള്ളൂ. ബർത്ത്ഡേ ഇത്രയധികം വേറൊരു വ്യക്തി എനിക്ക് ലോകത്തറിയില്ല. സോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. സോ സ്പെഷ്യൽ ആയിട്ട് ഇത്തവണ എനിക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിപ്പോയി. അല്ലെങ്കിൽ ഒന്നുമില്ല, സോറി, ഞാൻ തന്നെയാണ് ഗിഫ്റ്റ്. എല്ലാരും പറയും ദില്ലു ആണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് പ്രിയയുടെ ലൈഫിൽ ഇത്. നമ്മള് 4 ദിവസം കഴിഞ്ഞ് ഒരു മാസത്തെ ട്രിപ്പ് പോവാ, അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതുകൊണ്ട് ഇന്ന് ഒരു ചെറിയ 1 ഡേ ട്രിപ്പാണ്. സോ അവിടെ പോയി അമ്മ ഞാൻ ക്ലൂ തരട്ടെ, അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ ക്ലൂ തരാം? എന്താ വീടിനെക്കാളും ബിഗ്. ഞാനോട് പറയാം നമ്മൾ അമ്മനെ റിസോർട്ടിൽ കൊണ്ടുപോവാ. സോ ഒരു ചെറിയ സർപ്രൈസ് ആണ്, അമ്മനോട് പറയണ്ട, നമ്മള് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മനെ കൊണ്ടുപോകാം. അതിന്റെ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞു. അതെ, നമ്മള് കാറിലാണേ പോകും. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഫ്ലൈറ്റിലാണോ? കാറിലാണേ നമ്മള് പോകുന്നേ, ഹോട്ടലിലാണേ പോകുന്നത്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു അവന്റെ സർപ്രൈസ്. ഓക്കെ, സോ എന്തായാലും വൺസ് അഗൈൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, ലുക്കിംഗ് യങ്ങർ ഡേ ബൈ ഡേ. പ്രിയ, നമ്മളെ എവിടെയാ പോകുന്നതെന്ന് അറിയോ? ഒരു റിസോർട്ടാണ്, ബീ ടൗൺ റിസോർട്ടിനാണ് പേര്. പക്ഷെ അതല്ല, അതിൽ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ എങ്ങാണ്ട് ദൂരമുള്ളൂ വണ്ടർല. അപ്പൊ നമ്മൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന വണ്ടർലയില് വെയിലത്താണ്. അടിപൊളിയല്ലേ? ഒന്നിലേക്ക് നമുക്ക് റിസോർട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ വണ്ടർലയിൽ പോവാം. അത് ഏതുമാണ് എല്ലാം ഫ്ലോപ്പ് ആക്കിയത്, എന്നിട്ട് അറിയായിരുന്നു പറയും. റിസോർട്ടിലേക്ക് ഇനി ആക്കൂടെ കറക്റ്റ് 1 കിലോമീറ്റർ ഇവിടെ വണ്ടർല. സോ വണ്ടർലയിൽ 1 കിലോമീറ്റർ ഉള്ളൂ. പ്രിയ, ഇന്ന് നമുക്ക് വണ്ടർലയിൽ പൊളിക്കാൻ പറയാം. നല്ല ചൂടും ഉണ്ട് വേലയില്. എന്താ വേദിന്റെ പ്രശ്നം? എന്നാ തണുപ്പത്ത് പോവാം, സ്നോ വേൾഡിൽ പോവാം. ഓക്കെ, ജോർജിയ കൊണ്ടുപോവാം. എനിക്ക് കണ്ട ഒരു റിസോർട്ട് ഫീലിംഗ് തന്നെയാണ്. ലൈക്ക് ഇപ്പൊ വണ്ടർലാൻഡ് 1 കിലോമീറ്റർ മാറിയാണെങ്കിലും എനിക്കൊന്നും നമുക്ക് വണ്ടർലാൻഡ് വന്നില്ലെങ്കിലും ഒരു സ്റ്റേക്കേഷനും ഒരു സിറ്റിന്ന് ഒരു ചെറിയ ഗെറ്റ് വേ ഒക്കെ പോലെ പറ്റിയൊരു സ്ഥലം, ഒരു ഹിഡൻ ജെമ്മാണ് ഈ സംഭവം. ബീ ടൗൺ പ്രീമിയം കോട്ടേജസ്, എല്ലാം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടല്ലോ, ഫുൾ സെറ്റപ്പ് ആണ്. അത്യാവശ്യം പോപ്പുലറായി തുടങ്ങിയെന്നും തോന്നുന്നു സ്ഥലം. കയറി വരുമ്പോൾ തന്നെ ഒരു കാം ഫീലിംഗ് ആണ്. ഇവിടെ ഒരു ഗോൾഡ് ഫിഷിന്റെ ഒക്കെ ഒരു ചെറിയ ടാങ്ക് വെച്ച് വാട്ടറിന്റെ സൗണ്ടും എലിമെന്റ്സും, എനിക്ക് ഇതൊക്കെയാണ് കോട്ടേജസ്. ലുക്സ് വെരി നൈസ് ദ പ്ലേസ്. എങ്ങനെയുണ്ട്? നൈസോ? ഒരിക്കലും മറക്കാത്തൊരു ബർത്ത്ഡേ ആവട്ടെ. നമുക്ക് അതിന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ബാക്കിയൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, വെൽക്കം ടു ദ ബർത്ത്ഡേ വ്ളോഗ് അറ്റ് ബീ ടൗൺ റിസോർട്ട്. 1106 ആണ്. Very happy returns of the day. എന്തായി, സർപ്രൈസ് ആയാ? അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അപ്പൊ സെറ്റ് അല്ലേ? എന്നാ പോവാ. അപ്പൊ കഴിക്കണ്ടേ ഫുഡ്?
സർപ്രൈസ് ആയ ഏതായാലും സെറ്റ് ആയല്ല ഭയങ്കര സർപ്രൈസ് ആയി പോയി ആയില്ലേ? അവര് തന്നെ കണ്ട നമുക്ക് ബർത്ത്ഡേ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയി ചെയ്ത് നല്ല റൂമാണ്. നമുക്ക് റൂമൊക്കെ വന്നിട്ട് കാണിക്കാം. അതിനെ ഒന്ന് പോയി കഴിച്ചിട്ട് ബാക്കി റൂം ടൂറും റിസോർട്ടൊക്കെ കാണിക്കാം. അപ്പം വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ജഫറിനെ ഒളിപ്പിക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് ജഫറിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചോ എന്തോ ആദ്യം ഇതൊക്കെ കണ്ടേ അതിപ്പോ നിക്കുന്നു ജഫർ ഇങ്ങനെ. ഓക്കെ പോവാ, സർപ്രൈസ് കാണിക്കാനായിരിക്കും. ഇതാണ് ബിഗ്ഗസ്റ്റ് സർപ്രൈസ്. ബർത്ത്ഡേക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ എന്നെ കൊന്നേനെ. എന്റെ ബർത്ത്ഡേ ആരും ആഘോഷിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അയ്യോ, എല്ലാരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടാ. ഒരു അതെ, കൊറേ ടോയ്സും ഉണ്ട്. ഇനി മറക്കില്ലല്ലോ 57th ബർത്ത്ഡേ അല്ലേ? 60th ആയിട്ടില്ല, ഷഷ്ടിപൂർത്തി അടുത്ത വർഷം ബർത്ത്ഡേ. അപ്പൊ ഇനി എല്ലാ ബർത്ത്ഡേക്ക് ഇത് പ്രതീക്ഷിക്കാമല്ലോ. ഇല്ല, അടുത്ത ബർത്ത്ഡേക്ക് ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും. ഞങ്ങൾ ആരും ഇവിടെ കാണില്ല, അതായിരിക്കും സർപ്രൈസ്. ഒറ്റയ്ക്ക് ആഘോഷിക്കണം. ഓ, അത് പൊളിക്കും കേട്ടാ. ഞാൻ ഒരു ഗോപ്രോ തലയെ പിടിപ്പിച്ചിട്ട് വിടും, ഫ്ലൈറ്റ് ടിക്കറ്റ് കയറ്റി ഫുൾ കാണിക്കുക. അത് എമിഗ്രേഷൻ, ഇവിടുന്ന് എമിഗ്രേഷനിൽ തന്നെ സ്റ്റക്കായി തിരിച്ചു വരുന്നത്. എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. ദില്ലു എവിടെയോ ടിക്കറ്റ് എടുത്ത് അത് വിട്ടത്. അതെ അതെ. ഇനിയുള്ള ഫുൾ ചെലവ് പ്രിയമോഹനാണ് കേട്ടാ ബർത്ത്ഡേയുടെ. ഇനി എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. സർപ്രൈസ് ഇനി തൊട്ട് പ്രിയ അങ്ങോട്ട് ഏറ്റെടുക്കുക. അതെ, അക്കൗണ്ടിങ് ചെയ്യാൻ പ്രിൻസും ഉണ്ട്. ഇനി എല്ലാം പ്രിയയുടെ ചെലവാണ്. ബാക്കി മൊത്തം ആകെ കുറച്ച് പേരേ ഉള്ളു, പക്ഷെ ഉള്ളവർക്കൊക്കെ ഭയങ്കര വലിയ വയറാ. അതുകൊണ്ട് കണ്ട, അതെന്റെ പേഴ്സാ. തെറ്റാണോ മീൻസ്? ഞാൻ തപ്പിപ്പിടിച്ച് എന്തുവാണ് സജസ്റ്റ് ചെയ്തത്. സൂപ്പറാ. ആ വെപ്രാളോ. ഇനി സർപ്രൈസ് ഇല്ല എന്ന് പറയരുത് കേട്ടല്ല, കിട്ടിയില്ല എന്ന് അല്ലെ പറയുക. ഇനിയാണ് അതൊക്കെ ഓക്കെ. ഇനിയാണ് റിസോർട്ട് ഒന്ന് കാണിക്കാൻ പറ്റുന്നത്. സമാധാനായ ഇത് തീർന്നിട്ട് ഇനി സർപ്രൈസ് ഒന്നുമില്ല. ഇതോടെ കഴിഞ്ഞു. തലൈവന്റെ ബർത്ത്ഡേ ആണ്. തലൈവനും തലൈവയും ഒന്നിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ആയിക്കോട്ടെ, ബർത്ത്ഡേ അല്ലേ. വേദു വാങ്ങ. ലിബിന്റെ ഇന്ന് റോസ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. കണ്ട താങ്ക് യു പറ. ഓക്കെ. ഓ, ഇത് വേദുവിന് ഇഷ്ടമുള്ള സംഭവട്ടാ. മറ്റേ തണുപ്പാ. ഹാപ്പിയായി. ഓ മതി മതി, ഒരെണ്ണം മതി. അടിപൊളി കേട്ടോ. ഫുൾ റിഫ്രഷിംഗ് ഫീലാണ്. കോൾഡ് ടവല്, വാട്ടർമെലൺ ജ്യൂസ് ആൻഡ് കിഡിലൻ കമ്പനിയും. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ബീ ടൗൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ബ്രാൻഡ് ന്യൂ ആണ്, മെയിൽ ഓപ്പൺ ആയതേ ഉള്ളൂ. വീഗാലാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്ന് അറിയോ, പൂൾ വില്ലാസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് വേറെ എവിടെയും ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ പൂൾ വില്ലാസ് കിട്ടുന്നു. എനിക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ ഒരു 3,500 to 4,500 ഒക്കെ ആയിരിക്കും. ഞാൻ ക്ലിയർ ട്രിപ്പിൽ അങ്ങനെ കണ്ടത്. ആൻഡ് ഇറ്റ് ഗോസ് അപ്പ് ടു 6-7 ഒക്കെ. പക്ഷേ പൂൾ വില്ല അവൈലബിൾ ആണ്. അത് 4 പൂൾ വില്ലാസ് അവൈലബിൾ ആണ്. സോ ഇനി ഞാൻ റൂംസൊക്കെ കാണിക്കാം. ഫുൾ സെറ്റാട്ടോ. ഫീലിംഗ് വെരി ഹാപ്പി, വെരി റിഫ്രഷ്. എറണാകുളത്താന്നേ പറയില്ല, ടോട്ടലി വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു ഫീലിംഗ്, ഒരു റിസോർട്ടിൽ വന്ന ഫീലിംഗാണ്. ആദ്യം നല്ല വെയിലായതുകൊണ്ട് വേഗം കാണിച്ചു തരാം. റൂംസ് ഇമ്പീരിയൽ ഉണ്ട്, സുപ്പീരിയർ ഉണ്ട്, റിഗാലി ഉണ്ട്. പൂൾ വില്ലാസ് ഒക്കെ എനിക്കൊന്ന് ആ സൈഡിലാണ്. 21 കോട്ടേജസേ ഉള്ളൂ. നമുക്ക് ഓൺ പ്രൈവറ്റ് പൂളും ഉണ്ട്, അല്ലാതെ വലിയ പൂളും ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വാട്ടർ എലിമെൻറ്റ്സാണ്. വെരി ബ്യൂട്ടിഫുൾ, വെരി കാം ആൻഡ് പീസ്ഫുൾ. മഴയും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വീണ്
ഇറ്റ്സ് ജസ്റ്റ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഒരു സെറീൻ ഫീലിംഗ് ആണ് എറണാകുളം വിടാതെ. റൂം 1001. വെൽക്കം ടു ദ ബർത്ത്ഡേ ഗേൾസ് റൂം ടൂർ. ഹായ് ഗൈസ്, വെൽക്കം ടു B-Town Resort കാക്കനാട്. ഇന്നലെ രാത്രി ഇത് വല്ല എക്സ്പെക്ട് ചെയ്താ. ഇന്നലെ എന്റെ ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിക്കുന്നില്ല, എന്താ ഇങ്ങനെ ഒരു വിഷയെങ്കിലും ചെയ്തൂടെ. എന്നിട്ട് പ്രിയ പറഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് കേട്ടോ സ്റ്റോറിയില്. ഓക്കെ, അതെ, ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല ഒരു ഫോട്ടോ കൂടെ. സ്റ്റോറിയിലിട്ടില്ലേ, അത്രക്കേ ഉള്ളൂ. അതാണ് ദില്ലുന്റെ ബർത്ത്ഡേ പോസ്റ്റ്. അപ്പൊ ഓക്കെ, സോ വെൽക്കം ടു B-Town Resorts കാക്കനാട്. ബ്യൂട്ടിഫുൾ ആണ്, പറയാതിരിക്കാൻ വയ്യ. കുട്ടി 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 സിംഗിൾ റൂംസ് റിസോർട്ട് ആണ്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ക്യൂട്ട്. അതെ, ഇതൊരു ബാലി സ്റ്റൈൽ അവർ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമായി. വാർഡ്രോബും ലോക്കറും എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 4-star ഹോട്ടൽസിന് എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ലഗേജ് റാക്ക് ഉണ്ട്, യു ഹാവ് ദിസ് വുഡൻ, എല്ലാം നമ്മുടെ ഷോപ്പിലുള്ള പോലത്തെ സെയിം ടൈപ്പ് മരം ഉണ്ട് കണ്ട. യാ, ആൻഡ് ദെൻ പ്രിയക്ക് വേണ്ടി ഇങ്ങനെ കാണൂല നിങ്ങളുടെ ബെഡില്. നല്ല ബെഡാണ്, പുതിയതാണല്ലോ. ഇവന്റെ സൈഡ് ടേബിൾസ് and all are so nice, no? Yeah. See the cot is also so nice. എല്ലാവരും നല്ല ഒരു ഇവന്റെ ലാംപ് ഷെയ്ഡ്സ് നോക്ക്. എല്ലാവരും ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തല്ല, ഒരു പ്രോപ്പർ ഒരു തീം ഇട്ട് ചെയ്ത ഒരു റിസോർട്ട് തന്നെയാണ്. എന്താ ഈ ബാത്റൂം ആണ്. ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ബാത്റൂം ഉണ്ട്, ക്യൂബിക്കൽ. എവറിത്തിങ് ഇസ് ലൈക്ക് വാട്ട് യു സീ ഇൻ എ സ്റ്റാൻഡേർഡ് 4-star നൈസ്ലി മെയിൻറ്റൈൻഡ് ഹോട്ടൽ. പക്ഷെ ഇതിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഏരിയ മേക്സ് ദിസ് എക്സ്ട്രാ സ്പെഷ്യൽ. എറണാകുളത്ത് വേറെ ഒരു 4-star ഹോട്ടൽ എനിക്ക് തോന്നുന്നില്ല കാണുന്നത്. ശരിക്കും ബാലി ഫീലിംഗ് ആണ് നോക്ക്. സോ വെൻ വി ഗോ ഔട്ട് യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഷവർ, ഔട്ട്ഡോർ ഷവർ ഏരിയ. And then private pool with a private seating area. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല, കാരണം നല്ല ചൂടാണല്ലോ കാക്കനാട് ഭാഗത്ത്. സോ ദിസ് ഇസ് അവർ റൂം. ആൻഡ് ഗിഫ്റ്റ് തുറക്കണ്ടേ, എന്താന്ന് അറിയണ്ടേ? അത് പ്രാങ്ക് ആയിരിക്കും കേട്ടോ ചിലപ്പോ. പട്ടിക്കുട്ടി ആവാൻ സാധ്യത ഉണ്ടല്ലോ, അതൊക്കെ ഇരിക്കും. ഇത് നമ്മളാ കോയമ്പത്തൂരിൽ വെച്ച് മറന്നു വെച്ച നമ്മളൊരു ട്രേ വാങ്ങിച്ചില്ല ആ ഫ്ലീ മാർക്കറ്റിൽ നിന്ന്. അതാണോ എന്റെ ബോക്സ്? അപ്പൊ അതിന്റെ ഷൂസ് ആയിരുന്നു. തുറന്നില്ല, എത്ര നേരമായി. ഓ എന്താ 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 എക്സൈറ്റ്മെന്റ് കൂടിയല്ല. എന്തേ ഹാപ്പിയാടാ? ഓ ഇതൊക്കെ നമ്മുടെ ഇത്രയും കാലത്തെ പ്ലാനിങ് ആയിരുന്നു. ഓക്കെ, സോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്താ ഇതിൽ എക്സ്പെക്ട് ചെയ്തേ? ഇത് സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ പറയാം ഹോട്ടൽ ഈ ഹോട്ടലിലേക്ക് വരുമ്പോൾ ലഡ്ഡു കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇവിടുത്തെ സ്റ്റാഫ് നമ്മൾ വരുന്നതിന് മുമ്പേ ഭയങ്കര കെയറിങ്ങും കൺസിഡറേറ്റും ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു ഇത് സ്റ്റാഫുകൾക്ക് വാങ്ങിയതാ, പ്രിൻസിനോടെ ആർക്ക് വേണ്ടി വാങ്ങാനാ പറഞ്ഞേ? അങ്ങനെ ഒന്നുമില്ല, എല്ലാരും ഇവിടുത്തെ സ്റ്റാഫാണ്. ഒരു സ്റ്റാഫ് വരുന്നുണ്ട്, അടുത്തെടുത്തോണ്ട് വരുന്നു. എന്ത് ഇത് കുറച്ചൊരു ജിലേബി അത് ലഡ്ഡുവല്ലേ കഴിച്ചോണ്ടിരിക്കുന്നേ. എല്ലാരും കിടക്കാൻ പോയി പോവാ. ഇനിയിപ്പോ ഫുഡിന്റെ സമയമാകുമ്പോ ഇറങ്ങി വരും കേട്ടോ. ഞാൻ കിടക്കുന്നില്ല. 5 മണിക്ക് ചായ. എന്റെ പുതിയ ഫോണിന്റെ ഫസ്റ്റ് വ്ളോഗാ. ഐശ്വര്യത്തോടെ തുടങ്ങണം. അവിടെ ബർത്ത്ഡേക്ക് തുടങ്ങുന്നത്. ഐശ്വര്യ
എന്നാൽ ഇതുപോലത്തെ ഭാര്യനെ 16 Pro Max വേണ്ടെന്ന്. അത് ഫോൺ മാറ്റാനുള്ള മടി അതുകൊണ്ടായിരുന്നല്ലേ. ഫോൺ മാറ്റിയതിന്റെ എല്ലാ ഫോട്ടോസ് ഒന്നും പോവില്ല പ്രിയ. ഞാനോ എനിക്ക് 1 TB അത്രയുണ്ട്. പോകില്ലെന്നല്ല, എല്ലാം കൂടെ കൂട്ടിക്കൊഴഞ്ഞു കിടക്കും മിക്സ് ചെയ്തു. മറ്റേ ഓൾഡ് 80s കിഡ് ആയി പോയതാ. ഈ നമ്മളിഞ്ഞ ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴേ എയർബിഎൻബി എടുത്ത ദിയേം ഏരിയ ഞാൻ കൊണ്ടുപോവാ. ദിയ ക്ലീനിങ് നമ്പർ 1 ക്ലീനിങ് ആളാണ്. എല്ലാ സാധനവും നുള്ളി പറക്കി വെക്കും. മേരിയാനാണെങ്കിൽ പാത്രം കഴുകി തരും. രണ്ടുപേരും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് രണ്ടൊരു അഡിക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കണ്ട. അപ്പൊ ഇനി അവിടെ എല്ലാ ട്രിപ്പിലും വരുവാ. സ്കൂളില്ലെങ്കിൽ. അതെ. നിങ്ങള് പരിപാടി എന്തിനാ പൂക്കൾ അതിലേക്ക് ഇടുന്നത്? ഇപ്പൊ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്തല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ പൂ ഇട്ടിട്ട് ഞാനും പ്രിയാൻറ്റി ഇതിലിറങ്ങി കുളിക്കും. ഓക്കെ, അത് സെറ്റ് ചെയ്യുവാണോ നിങ്ങള്? ഓ, എന്തൊരു ബഹളമായിരുന്നു. ഇനി വൈകുന്നേരം അടുത്ത ബഹളം തുടങ്ങാൻ പോകുന്നുള്ളൂ. മറക്കാത്ത ബർത്ത്ഡേ ആയിരിക്കുമല്ലോ. അത് മതി. സർപ്രൈസ് വേൾഡ് സർപ്രൈസുകളായിരുന്നു. സർപ്രൈസുകളായിരുന്നു. ഇനി ഒന്നുമില്ല. ഞാൻ ക്ഷീണിച്ചു. പേഴ്സും കാലിയായി എല്ലാം കഴിഞ്ഞു. ആ, അപ്പൊ വൈകുന്നേരം ചായ. ഇവിടെ സ്നാക്സ് ഇഷ്ടമുള്ളതൊന്നും കിട്ടില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? വൈകുന്നേരം ആകുമ്പോ എല്ലാരും ഉറക്കട്ടെ. ഇവര് രണ്ടുപേരും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഞാനാണ് ഇപ്പൊ ഇവരെ കൂടെ വരുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക്. അമ്മ എവിടെ? വീട്ടിലാ? ആ, എല്ലാരും ജഫർ അങ്കിള്, പ്രിൻസ് അങ്കിള്, ലിബിൻ അങ്കിള് എല്ലാരും ഉറക്കോ? എന്നാ വിളിച്ചോണ്ട് വാ. കൂട്ടിരിക്കാൻ പറ ഒന്ന്. പൂൾ ഏരിയ വരെ അവർ നന്നായി കൺസീൽ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടാ. ആരും പോവാതിരിക്കാനാണ്ട. പൂൾ ഏരിയ ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഇപ്പൊ കേക്ക് കട്ടിങ് അവര് ക്ലീൻ ചെയ്തേ ഉള്ളൂ. ഇത് സോഫയൊക്കെ അവിടെ ഇടും. ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഊഞ്ഞാലും സ്വിഫ്റ്റൊക്കെ ആയിട്ട്. ആൻഡ് ദെൻ യു ഹാവ് ദ ബ്യൂട്ടിഫുൾ സീറ്റിംഗ് ഏരിയ സറൗണ്ടഡ് ബൈ ഒരു ഫോറസ്റ്റ് ഫീൽ. ക്യാൻ യു ബിലീവ് ദിസ് ഇസ് കൊച്ചി? ഇത് കൊച്ചിയാണ്. പൂൾ നോക്ക്, എന്ത് വലിയ പൂളാ നോക്ക്. ഇറ്റ്സ് എ ഹ്യൂജ് പൂൾ. പിള്ളേർ ഓൾറെഡി ഇറങ്ങി കേട്ടാ. ഒരു ഉറക്കമാണ്. ഞാൻ എല്ലാത്തിനെയും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാം. മതി. ഇതാണ് ട്രിപ്പിന് വയസ്സന്മാരായിട്ട് വന്നുള്ള പ്രശ്നം. എന്താ എവിടെ ആള് മറ്റേ ഞാൻ പോണെന്ന് പറഞ്ഞില്ലേ? അതെന്ന് വെച്ചാൽ ആൾക്ക് തിന്നാനാ. എനിക്ക് തോന്നി. അത് നമുക്ക് കേൾക്കുമ്പോ അറിയാലോ. പിള്ളേര് പൂളില്ല. വാ, എല്ലാരും പൂള്. ഷട്ടി ഇട്ട് പുളിച്ചടിക്കോ? അല്ല, കിഡ്സിന്റെ കിഡ്സ് പൂള്. ആ, വാ. ഇനി മറ്റേ ഭാര്യയും ഭർത്താവ് എവിടെ? ഇപ്പൊ വിളിക്കാം. ഭാര്യ എവിടെ? ഭാര്യ ഉറക്കത്തില്ല. ഇവിടെ എവിടെ? കല്യാണം കഴിഞ്ഞ 2 വർഷമായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞേ ഉള്ളു. ബ്ലോഗിൽ കിളവന്മാരും കിളവളായിട്ട് വന്നുള്ള പ്രശ്നം. വന്ന് ഇപ്പൊ ചെരുപ്പിട്ട് മുഖം കഴുകിട്ട് വാ. ഓ, കഴിഞ്ഞു കേട്ടാ. എല്ലാം കഴിഞ്ഞു. ആ, വേറെ ജ്യൂസും കഴിഞ്ഞോ? ഇപ്പൊ ഓർഡർ ചെയ്ത് വന്നോളൂ സാധനം. ആ, പഴംപൊരി ഉണ്ടായിരുന്നല്ലേ? അല്ലല്ലേ, ആ സ്വിമ്മിങ് കഴിഞ്ഞ് വന്നതിന്റെ സെറ്റാണോ? ലെറ്റ്യൂസാ? ഇതെന്താ? ഇതാ റാബിറ്റാ? രണ്ടും കഴിക്കണം. രണ്ടും കഴിക്കണം. റാബിറ്റേ വീട്ടൊരു റാബിറ്റിന്റെ ആണല്ലോ ഇനി ജീവിതം ബാക്കി. ഒരാള് എറണാകുളത്തുനിന്ന് ഒരു കേക്ക് പ്രിയക്ക് ഇന്ന് തന്നെ കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. ആരായിരിക്കും? ആ, റൂം നമ്പർ കണ്ടുപിടിച്ച് ഇവിടം വരെ കൊടുത്തയച്ചിട്ടുണ്ട്. ഒന്നും ആരാ? മമ്മിയാ. പിന്നെ ഒന്നും കാണില്ല. ഒരു ഐഡിയ ഇല്ല. ആരായിരിക്കും കേക്ക് കൊടുത്തയക്കാൻ സാധ്യത? മമ്മിയോ പാത്തുവാണോ? ചാരുവാ.
ചാരു അയ്യോട്ടോ. അപ്പൊ ഒരു താങ്ക് യു മെസ്സേജ് അയച്ചേക്ക്. ഇപ്പൊ വേണ്ട, ഇന്ന് എല്ലാരും കേക്ക് ഒന്നും മരിക്കും കേട്ടാ. കഴിക്കാൻ നിർബന്ധം ഞങ്ങൾക്ക് ഒന്നും നിർബന്ധമില്ല. ജഫർ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതിങ്ങനെ ഇവിടെ വന്നു എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു. ആണോ? തോറ്റു അതെ, ലൈവ് പോവാൻ സമയം ഇത് വാചകം അടിച്ചോണ്ടിരുന്നോ ഇങ്ങനെ. ഡാഡിയും മമ്മിയും വന്നു. ഇത് ക്ലിയർ ചെയ്തോളാൻ പറയാം. 1 2 3 ഓ ഡാഡി കൊടുക്ക്. ഒരുമിച്ച് കൊടുത്തോണ്ട് വരും. ആ ഒരുമിച്ച് റെഡി 1 2 3 1 2 3 കൊടുക്ക ഡാഡി. ഒന്നിച്ചതാ. ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാ കേട്ടാ. ആൻഡ് ആക്ച്വലി പൂൾ വില ഇല്ലെങ്കിലും ആ കൂടെ ഇത്രയും കോട്ടേജസ് ഉള്ളൂ. യു ഫീൽ ലൈക്ക് യു ആർ ദിസ് ഇസ് യുവർ പ്രൈവറ്റ് പൂൾ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ജസ്റ്റ് ലുക്ക് ഹൗ ഗോർജിയസ് ദ പ്ലേസസ്. രാത്രി അടിപൊളിയല്ലേ. ആൻഡ് പ്രിയയുടെ ബർത്ത്ഡേ സെറ്റിംഗ് ഇവിടെ തന്നെയാണ്. ഐ മീൻ ബർത്ത്ഡേ കേക്ക് കട്ടിങ്. അല്ല ദിസ് ഈസ് യുവേഴ്സ് എന്ന് ചോദിച്ചപ്പോഴേ അല്ല 2 കേക്ക് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ബ്രേക്ക്. ഇതാണല്ലേ ആ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടാ? ഹാപ്പി ബർത്ത്ഡേ. ഇതാരാ? ഡാർലിംഗ്. ആരാ? ഞാൻ വേറെ ആരാ? അത് ഓൾഡർ വൈസർ ഹാപ്പിയർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി ഇങ്ങനത്തെ ചെലവ് കൂടിയ എന്താ ആഘോഷങ്ങളെ പ്രതീക്ഷിക്കരുത്. ഇതിനേക്കാളും മുന്നോട്ടേക്ക് വേണം. നിങ്ങൾ എല്ലാരോടും നിങ്ങൾ താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാരും ബിസി ആയിരുന്നു. ബട്ട് സ്റ്റിൽ യു ഗൈസ് മേഡ് ടൈം ആൻഡ് കേം ടു സെലിബ്രേറ്റ് ദിസ് ഡേ വിത്ത് us. സോ താങ്ക് യു. നിങ്ങൾ എല്ലാരോടും. ഇവിടെ ജെഫ്രി മാത്രമുള്ള ഫുൾ ടൈം ഫ്രണ്ട്. അതെ സെറ്റ് ചെയ്യാം. ഓക്കെ ഉദിക്കാം. നല്ല വിഷയം ഉണ്ടാക്കി ഉദിക്കാം. ഞാൻ വിഷ് ഉണ്ടാക്കും. രണ്ടിനും ഒരുമിച്ച് 1 2 3 Happy birthday to you. Happy birthday to you. Happy birthday dear Priya. Medu. Happy birthday to you. ഇത് കൂടെ കട്ടിയേ. കട്ടിയേ. നീ ഒരു ആരോഗ്യമില്ലല്ലോ. ഓക്കെ പ്രിയക്ക് കൊടുക്കാനേ പറഞ്ഞേ. തന്നെ കഴിക്കുന്നു. എങ്ങനെയുണ്ട് കേക്ക് സെലക്ഷൻസ്? സൂപ്പർ അല്ലേ? ഇത് ഏതാന്ന് അറിയില്ല. ഇത് നമ്മുടെ ഫ്രണ്ട് തന്നാണ്. ഇത് ചോക്ലേറ്റ്. ഇതൊരു സ്വിസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. കൊക്കോട്രീന്ന് വാങ്ങിയതാണ്. ലാസ്റ്റ് മൂവ്മെന്റ് അല്ലേ? ആ കേക്കിന്റെ ഒരു കഥ പറയണ്ട. അതേ ഇപ്പൊ പറയാം. പ്രിയക്ക് സാരിയാണ് കേട്ടാ. ഒരു സന്തോഷമല്ലേ? 3 days ബാക്ക് നമ്മൾ എപ്പോഴും കേക്ക് എനിക്ക് ഇങ്ങനെ ഇവന്റ്സിന് ഇഷ്ടമുള്ളത് പന്തലിൽ നിന്നാണ്. സോ പന്തലിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് കലൂർ. എൻ്റെ വീടിൻ്റെ അടുത്താണ്, കലൂർ കടവന്ത്ര റൂട്ടിലാണ്. എന്നിട്ട് ഫുൾ പേയ്മെന്റ് ഒക്കെ അപ്പം അവർ വാങ്ങി. 3 ദിവസം മുമ്പ് ഞാൻ ടൈം എൻ്റെ ഒരു ബില്ല് റെസിപ്റ്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ബർത്ത്ഡേയുടെ രാവിലെ 10 മണിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവർ 100% ഓക്കെ എന്ന് പറഞ്ഞു. സ്പെഷ്യൽ കേക്ക് ആയിരുന്നു. ഒരു ഫെറോറോ റോഷി അറൌണ്ട് 1800 സംതിങ് ആയിരുന്നു. ഇന്ന് രാവിലെ അന്തുവാ പോയത്. അന്തുവിടെ പോയപ്പോൾ അന്തും ജെഫറും പോയപ്പോൾ കേക്ക് ഇല്ലാന്ന്. അവർക്ക് അറിയാൻ പാടില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇവന്റിന്റെ അന്ന് ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കമ്പനി ഇങ്ങനെ പറയാൻ പാടുമോ? എന്നിട്ട് ഞാൻ റെസിപ്റ്റ് അയച്ചു കൊടുത്തു. നമുക്ക് എന്ത് വിഷമം വരും. നമുക്ക് കാരണം അത്രയും ആഗ്രഹിച്ച് വേണം എന്നുള്ളൊരു കേക്കാണ്. പ്ലസ് നമ്മൾ ഇങ്ങനെ റിസോർട്ടിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് അവരതിന് റീഫണ്ടും ഇഷ്യൂ ചെയ്തില്ല, അപ്പോളജിയും ഇല്ല, ഒന്നുമില്ല. ഇത് ഇപ്പോഴും ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് അവർ പൈസ റീഫണ്ട് ചെയ്തിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ഇങ്ങനെ സംഭവിക്കുമോ? ഇറ്റ് വാസ് വെരി ഡിസപ്പോയിന്റിങ്. ആൻഡ് ഒരിക്കലും ഒരു സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറയാം നാളെ തരാമെന്ന്. അപ്പൊ അവിടെ നിൽക്കുന്നവരുടെ ഒരു കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. നാളെ തരാമെന്ന്, ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം തരാമെന്ന്. അതുകൊണ്ട് ഇവരാണ് പോയത്. സോ കുറെ നേരം വെയിറ്റും ചെയ്യിപ്പിച്ചു. സോ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇങ്ങനത്തെ നമ്മുടെ ഒരു മെമ്മറബിൾ ഡേക്ക്. ഞങ്ങൾ വർഷങ്ങളെ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഇൻകൺസിഡറേറ്റ് ആയിട്ടുള്ള ബിഹേവിയറും ഞാൻ ഇതുവരെ ഒരു സ്ഥാപനത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. ഫൈനലി നമ്മളിതേ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ദ റെസ്റ്റോറൻറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. യൂട്ടോറി എന്നാണ് പേര്. ഐ തിങ്ക് സോ ഇറ്റ് സംതിങ് മേ ബി ഒരു ജാപ്പനീസ് പേര് പോലെ ആയിരിക്കും. ഒരു റെസ്റ്റോ കഫേ പോലെയാണ്.
പ്രിയയുടെ ഹെയർ സ്റ്റൈലുള്ള ഒരു പ്രതിമയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ? ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ സ്മോക്കിംഗ് ഒക്കെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡ്. ഈ റിസോർട്ടിന്റെ മൂഡ് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ചെറിയ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഇതൊരു 25-30 സീറ്റർ ആണ്. ബട്ട് ഇവിടെ ഉള്ള അത്രയും ഗസ്റ്റ് അല്ലേ ഉള്ളൂ. സോ യു ഫീൽ വെരി പ്രൈവസി വേണ്ടവർക്ക് വിത്തിൻ ദ സിറ്റി ഒരു കിഡിലൻ സ്ഥലം തന്നെയാണിത്. വേദൂന് കോണ്ടിനെന്റൽ, ഞാൻ അതൊന്നും ഇവിടെ ഒട്ടും കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ. ആൽഫ്രഡോ കോണ്ടിനെന്റൽ പാസ്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ചൈനീസ് പറഞ്ഞു. വേദു വേഗം കഴിച്ചോണം കേട്ടോ, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം തീയെ ഇല്ലാതെ. മെയിൻ കോഴ്സ് ഇന്ന് ചൈനീസ് ആണ് പിടിക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ബോൺലെസ് ചില്ലി ചിക്കൻ ആണ്. നല്ല പ്രസന്റേഷൻ ആണ്. ഞങ്ങൾ ഡ്രൈ തന്നെയാണ് പറഞ്ഞത്. വേദുവിന്റെ പാസ്ത അതെ ബാക്കി വന്നത് തീർക്കാൻ ആളുണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ഒന്നും വേസ്റ്റ് ആവില്ല. കേക്ക് കഴിച്ചുകൊണ്ട് ഡിന്നറൊക്കെ കുറച്ച് ലൈറ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും കേക്ക് കഴിക്കണ്ടേ. അന്ന് വെക്കാണ് നമ്മളോട് കാരവനിൽ പോകാൻ പറയും. കണ്ട എന്തായാലും കട്ടാണല്ലോ, ഷുഗർ കട്ടുള്ള ആൾ വരില്ലല്ലോ, കഴിക്കില്ല. ഇതെന്താ ലെമൺ ചിക്കൻ അല്ലേ? എങ്ങനെയുണ്ട് കഴിഞ്ഞില്ലേ? രാത്രി എല്ലാരും പൂൾ സൈഡിൽ ചില്ലിയാണ്. ഭർത്താവിന്റെ വെയിറ്റിംഗ് ആണ്. ഭർത്താവ് സൈൻ ലബാൻ കൊണ്ടുവരുമോ? വിളിച്ചു പറ. ഞാൻ പറയായിരുന്നേ നമുക്ക് ബർത്ത്ഡേ പെട്ടെന്ന് അവസാനിച്ചു. നാളെ ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്താലോ? എന്നിട്ട് മൊത്തം ഞാൻ സ്പോൺസർ ചെയ്യണം ഒന്നും കൂടെ. റിപ്പീറ്റ് ഒരു തവണ എന്നാലേ നമുക്ക് ആ ഒരു ആഘോഷം ശരിക്കും വൈബ് വേണമെങ്കിൽ രാത്രി എല്ലാരും പൂളിച്ചാടുവോ? രാത്രി പൂൾ പാർട്ടി. നല്ല കിടിലൻ ആംബിയൻസിൽ നമ്മൾ ആരും ഉറങ്ങുന്നില്ല. നിങ്ങൾ വന്നാലും ഉറങ്ങില്ല കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ വരുക. ചില്ലിയും ഇവിടെ പെപ്സിയും എല്ലാം ചക്ക വറുത്തത് വേണമെന്ന്. 1 മണിക്കൂറും കൂടെ ഉണ്ട് ബർത്ത്ഡേ കഴിയാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാനിങ് ആണ് വിത്തൗട്ട് ജെഫ്രിൻ. ഒരു പൊളി ട്രിപ്പ് ആയിരിക്കും കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു ട്രിപ്പ് ആയിരിക്കും. ജെഫ്രിൻ ഇല്ല, ഉള്ളി അവർ കപ്പിൾസ്, കുറച്ച് വൈബുള്ള ഗ്യാങ് മാത്രം. ഇനി കിട്ടില്ല, ഇനി എല്ലാം ബുക്ക്ഡാ. മറ്റേ ബാലി വൈബ്സ്, സൺസെറ്റിന്റെ യോട്ട്, ആ ലെവലാണ് അല്ലേ? അതെ, ശില്പ ഷെട്ടിയുടെ റെസ്റ്റോറന്റും തുടങ്ങിയിട്ടുണ്ട് ഗോവയില്. അപ്പൊ അതും സെറ്റ്. ഓ നമുക്ക്, ഞാൻ ശില്പ ഷെട്ടി ഫാനാ. ഇരുന്ന് ഞങ്ങളെ മെസ്സേജേ ചെയ്യണ്ട ആ ദിവസങ്ങളിൽ കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ വിളിച്ച് പോകട്ടെ. ഞങ്ങൾ അയക്കും, ടാഗും ചെയ്യും. അതെ, ഓക്കെ. എന്തായിരുന്നു, കഴിഞ്ഞില്ലേ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാ. എന്തായാലും സർപ്രൈസസ് ഒക്കെ ആയിരുന്നില്ലേ? ഒരാഴ്ച ആഘോഷിക്കുക. അതെ, എന്തായാലും ഹാപ്പി അല്ലേ? സർപ്രൈസ് ഒക്കെ ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ അതാണ് വേണ്ടേ. ഓരോ ബർത്ത്ഡേ ഇങ്ങനെ നമുക്ക് സെറ്റ് ആയിരിക്കും. നോക്കിക്കോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷസ്. എല്ലാവരും ലൈവിലൊക്കെ വന്ന് വിഷ് ചെയ്തു. ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെ താങ്ക് യു സോ മച്ച്. ഇനി തുടർന്നും ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു എന്റർടൈൻ യു ആൻഡ് ബ്രിങ് ന്യൂ കോണ്ടന്റ്സ് ആൻഡ് ബി ഇൻ യുവർ ഹാർട്ട്സ് ഫോർ എവർ. ഓക്കെ, സോ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ കാണിച്ചിട്ട് നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാം. അപ്പൊ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. അവൻ പമ്പച്ചേ പറയുള്ളേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അടിപൊളിയായിട്ട് ഉറങ്ങി. 10 മണിയായി. ഇപ്പോഴാണ് ഞാൻ എഴുതേക്കുന്നത്. വേറെ ആർക്കും എഴുതേറ്റത് ഒരു ഐഡിയ ഇല്ല. ഒരു കാര്യം പറയാം, റിലാക്സേഷന് നിങ്ങൾക്ക് പ്ലേസ് യു ക്യാൻ ചൂസ് ഇറ്റ്. കിടിലൻ സർവീസ് ആണ്, നല്ല അമ്യൂണിറ്റീസ് ആണ്. ദ പൂൾ ഇസ് അമേസിങ്. പ്രൈവറ്റ് പൂളും അടിപൊളിയാണ്. ഫുഡിന് ദർ ഇസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ബട്ട് ഈ ഒരു സെറ്റപ്പ്, ഇൻഡിവിജ്വൽ കോട്ടേജസ്, ഇത്രയും കുഴപ്പമില്ലാത്തൊരു റേറ്റും എല്ലാം കൂടെ നിങ്ങൾക്ക് 100% സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സിൻസ് ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ, ഇറ്റ്സ് എക്സ്ട്രീംലി വെൽ മെയിൻറ്റൈൻഡ് ഓൾസോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കട്ടെ. എനിക്കൊരു ഓംലെറ്റ് മാത്രം മതി. ഒന്ന് ഫോൺ വിളിച്ച് നമ്മളൊക്കെ വല്ലതും കഴിച്ചോന്ന് ചോദിക്കണ്ടേ? വിളിച്ചു. പിന്നെ അത് മാത്രമുണ്ട് സ്നേഹം. ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇതുപോലെ കേക്ക്സും ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ കാണുന്നത്. വെരി റയർനോ ഇങ്ങനത്തെ ചെറിയൊരു പുട്ടിക്കൂട്ടുണ്ട്. പിന്നെ ദോശ, ബട്ടൂര, ചെന്ന, സാമ്പാർ,
ബനാനാസ്, കോൺഫ്ലേക്സ്, എഗ്സ്, വാട്ടർമെലൺ ജ്യൂസ്, ഓംലെറ്റ്സും ഉണ്ട്. ബൈ. പോകുന്നതിന് മുമ്പ് നമ്മൾ മാത്രം ഫാമിലി ഒരു റിഹേഴ്സൽ ട്രിപ്പ്, ചെറുത്, നമ്മൾ മാത്രം, ഫാമിലി മാത്രം. ബൈ ബൈ ബൈ. ആ അപ്പൊ ഫിഷ് എല്ലാം വരും. ആ കണ്ട, ഇവിടെ നിന്ന് എല്ലാ കുട്ടികളും ഫസ്റ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ ഫിഷ് ഫീഡിങ്. വിശപ്പില്ല. ആ അതെ കണ്ട കണ്ട, നോക്ക് ഫിഷുകള് ക്ലിയർ ആയി കാണാം. കണ്ട, പോ എല്ലാരും പോയി. പോ നമുക്ക് വീട്ടില്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഒരു മെമ്മറബിൾ സ്റ്റേ കഴിഞ്ഞ് ഇറങ്ങുവാണ്. മെമ്മറബിൾ സ്റ്റേ മാത്രമല്ല, മെമ്മറബിൾ ഡേ ആയിരുന്നു. അടിച്ചു പൊളിച്ചില്ലേ? പ്രിയ ഇനി ഇന്ന് മുകളിൽ എക്സ്പെക്ട് ചെയ്ത് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ ദിസ് റിസോർട്ട്, എവ്രി വൺ ഹു കെയിം, എവറിത്തിങ്, ഒരുപാട് വിഷസും വന്നിട്ടുണ്ട്. സോ എല്ലാത്തിനും ജസ്റ്റ് ഹാർട്ട് ഫെൽ താങ്ക് യു. എന്തായാലും ഞാൻ പറഞ്ഞാൽ ഇനി കുറേ ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും അങ്ങനെ വരുന്നത്. ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു എൻ്റർടൈൻ യു. നിങ്ങളെ രസിപ്പിച്ച് കുറേ പുതിയ സ്ഥലങ്ങളും ഭക്ഷണങ്ങളും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി 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 ഹാപ്പി ഡേ. സോ ബി ടൗൺ റിസോർട്ട്സും ഹൈലി റെക്കമെൻഡഡ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം നിങ്ങളെ കാണിച്ചല്ലോ. സോ ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ്, എ ഗുഡ് പ്ലേസ് ടു സ്റ്റേ. എസ്പെഷ്യലി അധികം ട്രാവൽ ചെയ്യാണ്ടാത്തവർക്ക് ഒരു നല്ലൊരു സ്റ്റേക്കേഷനൊക്കെ ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് സോ എന്തായാലും ആ പ്രൈവറ്റ് പൂളിൽ വീണ്ടും വിളിക്കുന്നു നമ്മളെ. എന്തായാലും നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.